പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ് കടന്നു പോകുന്നത് എങ്കിൽ ഒരു ഹാർഡ് ടൈമിൽ നമ്മുടെ കൂടെ ഇപ്പം മേ ബി ഒരു ഓൾമോസ്റ്റ് ഉള്ള ആളുകളുടെ ആരുടെയൊക്കെ കൂടെ ആണെങ്കിലും എല്ലാവരും കാണും കൂടെ. പക്ഷേ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമ്മളെ കൂടുതൽ കെയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ്. ആ സമയത്ത് സത്യം ഒരു ഹാർഡ് ടൈമിലൊരു ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷമത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്നത് ഒരു കെയറിങ് ആണ്. അല്ലാതെ നമുക്കൊരിക്കലും ഒരു അവിടെ ഒരു ലവർ ആവാനോ ഒരു ഫ്രണ്ടായിട്ടോ അല്ല, കൂടുതൽ കെയർ ചെയ്യുന്നൊരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുന്നത് വളരെ അങ്ങനെയുള്ള ആളുകളെ അവരുടെ കൂടെ ഉണ്ടാകുന്നത് വളരെ കുറവാണിപ്പം. അപ്പോൾ ആ ടൈമിൽ നമ്മളെങ്ങനെയാണ് കടന്നു പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മേ ബി നിങ്ങളുടെ കൂടെ ആരുമില്ല, നിങ്ങളെല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു കോർണർ ചെയ്യുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഈ കോർണർ പെടുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. നമ്മളിലൊരു സ്നേഹം അർപ്പിക്കുക, അതായത് ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവരെപ്പോൾ വേണമെങ്കിലും നമ്മളെ വിട്ടിട്ട് പോകും. പക്ഷേ നമ്മളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ എപ്പോഴും നമുക്ക് നിലനിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെ ജീവിതത്തിൽ. അത് എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. കാരണം ആരൊക്കെ നമ്മളെ വിട്ടുപോയാലും നമ്മുടെ മൈൻഡും നമ്മുടെ മനസ്സും നമ്മളും ഒരേപോലെ നമ്മളെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും നമുക്ക് വേണ്ടി നമ്മൾ സന്തോഷങ്ങൾ കണ്ടെത്തുകയും എല്ലാം ചെയ്യണം. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, സാക്രിഫൈസ് ചെയ്യുന്നു, ഇതെല്ലാം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെ. ബട്ട് നമുക്ക് വേണ്ടിയുള്ള ടൈം കണ്ടെത്തുക, നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു കാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ആഫ്റ്റർ ഓൾ ഇപ്പോൾ നമ്മളെ കുടുംബം നോക്കുന്ന ആരാണെങ്കിലും കുടുംബം ഇല്ലാത്തവരാണെങ്കിലും എല്ലാം നമ്മൾ ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ നമ്മളൊരു ഏജ് ടൈം കഴിയുമ്പോഴെല്ലാം നമ്മൾ ഒറ്റയ്ക്കാവുന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ടൈം വരുമ്പോഴാണ് നമ്മളെ സ്നേഹിക്കാൻ മറന്നു പോയല്ലോ. നമുക്ക് പാട്ട് പാടാൻ ഇഷ്ടമെങ്കിൽ അത് ചിലപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടാവും, ഡാൻസ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അത് മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ഒന്ന് നന്നായിട്ട് പ്രസൻറ്റ് പോലും ചെയ്യാത്ത ആളുകളുണ്ട്. അതായത് അവരെ കാണാൻ നല്ല ബ്യൂട്ടി ആയിരിക്കും, പക്ഷേ അവർക്ക് നന്നായിട്ട് നല്ലൊരു ഡ്രസ്സ് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലിട്ടൊന്ന് ഒന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ള ഭയന്ന് മാറി നിൽക്കുന്നവരുണ്ട്. നന്നായിട്ട് ഒന്ന് മുടി നന്നായിട്ട് ചീപ്പി ഭംഗിയായിട്ട് വന്നാൽ അവരെ കാണാൻ ഭംഗിയുള്ള ആളുകൾ ചിലപ്പം വളരെ ലേസിയായിട്ട് ഹെയർ കിട്ടുന്ന കാണാം, വളരെ ലേസിയായിട്ട് ഡ്രസ്സ് ചെയ്യുന്നതാണ്. അവർക്ക് ഉണ്ടെങ്കിൽ പോലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് വേണ്ടി ഒരു ടൈം അവർ കണ്ടെത്തുന്നില്ല. നമുക്കത് കാണുമ്പോൾ തന്നെ അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് കീപ്പ് ചെയ്യാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം. നമുക്ക് വേണ്ടുന്നത് എന്താണ്, നമുക്ക് ഏത് ഫുഡാണ് കഴിക്കാൻ ഇഷ്ടം, നമുക്ക് എവിടെയാണ് ട്രാവൽ ചെയ്യാൻ ഇഷ്ടം, നമുക്ക് നമ്മുടെ പാഷൻ എന്താണ്, ഇതെല്ലാം കണ്ടുപിടിച്ച് നമ്മളെ സ്നേഹിക്കാൻ എപ്പോൾ തുടങ്ങും അപ്പോൾ തൊട്ട് നമ്മൾ പുതിയൊരു വേയിൽ യാത്ര ചെയ്യാൻ തുടങ്ങും. പുതിയൊരു ജീവിതമാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം ആ ഒരു കാര്യത്തെക്കുറിച്ച്. കാരണം സെൽഫ് ലവ് ഇല്ലാത്തവർക്ക് വേറൊരാളെ സ്നേഹിച്ചാൽ അത് ആ സ്നേഹത്തിൽ അവർ അടിമപ്പെട്ടു പോകും. അപ്പോൾ അവരെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല പിന്നീട്. അപ്പം സെൽഫ് ലവ് എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും കോർണർ ചെയ്താലും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതൊക്കെ കടന്ന് മുന്നോട്ട് പോകാനായിട്ട് ഉറപ്പായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് മനസ്സിൽ വെക്കുക. കാരണം നമ്മുടെ കൂടെ എപ്പോഴും ആരും ഉണ്ടായിരിക്കത്തില്ല. നമ്മുടെ കൂടെ ആരും നമ്മളുടെ ഒരു ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു ടൈമിൽ നമ്മുടെ കൂടെ ആരും കാണത്തില്ല. നമ്മളുടെ മനസ്സും മാത്രമേ കാണൂ. നമ്മുടെ മനസ്സിനെ അപ്പോൾ നമ്മൾ കൂടുതൽ സ്നേഹിക്കുക, മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ആ ടൈമിൽ നമ്മളോടൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിരുന്നത് നന്നായി, ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അതും നഷ്ടപ്പെട്ടേനെ, എൻ്റെ മനസ്സ് കൂടി ചിലർ പറയും അവരെ സ്നേഹിച്ചതുകൊണ്ട് എൻ്റെ മനസ്സ് തന്നെ നഷ്ടപ്പെട്ടതാണ്. കാരണം അവരുടെ ഒരു ടൈം കഴിയുമ്പോൾ അവരിപ്പം എല്ലാം ഒരു ലൈഫിലെല്ലാം നിരന്തരമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളല്ല, എല്ലാം ഒരു താൽക്കാലികമായ കാര്യങ്ങളാണ്. അപ്പം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ആരും നമ്മുടെ ലൈഫിൽ വന്നാലും പോയാലും എല്ലാം ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സമയം മാത്രമാണ് അവർ നമ്മുടെ കൂടെ കാണും. അത് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പം ഒറ്റയ്ക്കായി പോകുന്ന സമയങ്ങളായിരിക്കും കൂടുതലും. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ ടൈമിൽ നമ്മുടെ കൂടെ ആരും ഇല്ലെങ്കിൽ പോലും നമുക്ക് അതിനെയൊക്കെ അവരുടെ മെമ്മറീസിൽ ജീവിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരുടെ മെമ്മറീസിനൊപ്പം തന്നെ നമ്മളെയും കൂടെ സ്നേഹിക്കാനായിട്ട് പഠിച്ചിരിക്കണം ആ സമയത്ത്. ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൈവിട്ട് പോകും. ചിലരുണ്ട് ഭയങ്കര മാനസികമായ ഡിപ്രഷനിലേക്ക് പോകുന്ന ഉള്ള അനുഭവങ്ങളുള്ളവരാണ്. കാരണം അവരെ സ്നേഹിക്കാൻ സമയമില്ല, അത് മറ്റുള്ളവരെ സ്നേഹിക്കും. പക്ഷേ അവർക്ക് വേണ്ടി പിന്നെ ടൈം അവർ കൊടുക്കത്തുമില്ല. അവരിൽ അങ്ങ് ഡിപ്പെൻഡഡ് ആയി പോകും. അപ്പം നമ്മളിൽ മാത്രം ഡിപ്പെൻഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ ആഘാതം വെക്കുന്ന പെയിനുകളിൽ നിന്നും വേദനകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് ഇടുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഇത്തരത്തിലുള്ള മോട്ടിവേഷൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് താല്പര്യമുണ്ടെങ്കിൽ അത്തരം ഏത് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയണം, ഏതൊക്കെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്നോട് ഏത് രീതിയിൽ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് കമൻറ്റ്സ് എല്ലാം വായിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയായി പിന്നെ കാണാം.